അസറിനാ പിണങ്ങിയതെങ്കിൽ മഗ്രിബിന്റെ അപ്പുറത്തേക്ക് പിണക്കണ്ടാവരുത്. മഗ്രിബിന്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആ പിണക്കണ്ടാവരുത് എന്ന് ചിന്തിക്കണം. ആൾക്കാരുടെ വിചാരം പിണക്കണ്ടാവലും പൊരുത്തം വാങ്ങലും ഒക്കെ ഹജ്ജിന് പോകുമ്പോൾ മാത്രമാണ്. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ ആ പൊരുത്തം കിട്ടണമെന്ന ആൾക്കാരുടെ വിചാരം അല്ല. ളുഹ്ർ അല്ലാഹ് സ്വീകരിക്കണോ പൊരുത്തം ഉണ്ടാവണം, അസർ അല്ലാഹ് സ്വീകരിക്കണോ പൊരുത്തം ഉണ്ടാവണം. അത് നിങ്ങൾക്ക് അറിയണേ. ഉംറക്ക് പോയോൽക്കറിയാം, ഹറമിലൊക്കെ ചില നിസ്കാരത്തിന് നിൽക്കുമ്പോൾ അടുത്തുള്ള അറബി ആളുകളും അറബിച്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കയ്യരും. നമ്മളെ കണ്ടിട്ടുകൂടി ഉണ്ടാകുകയല്ല, എന്നാലും പോലും ഇങ്ങനെ കയ്യരും. നമ്മൾ വിചാരിക്കും ഇതിപ്പോ നമുക്ക് കയ്യെന്ന്. നിസ്കാരത്തിന് അയാളെ കൊണ്ട് എനിക്കെന്തേലും പ്രയാസം ഉണ്ടായിട്ടുണ്ടേ പൊരുത്തപ്പെടണേ എന്നാ, നാളെ അയാൾക്ക് ഈ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കും. പക്ഷെ സലാം വീട്ടുന്നവന്റെ മനസ്സിലും വെറുപ്പുണ്ടെങ്കിൽ, അലോഗ്യുണ്ടെങ്കിൽ, പിണക്കം കൊണ്ടടക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരപ്പായ കുത്തിരുന്നു എന്നുള്ളതല്ലാണ്ട് അതുപോലും അല്ലാഹ് സ്വീകരിക്കൂലാണ്. അതുകൊണ്ടാ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും. ഇന്ന് ഞാൻ പറയാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി സംസാരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു രസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നോമ്പിന്റെ മുൻപ് ഒരു ഉമ്മ ഉംറക്ക് പോകാൻ തീരുമാനിച്ചു. ആ ഉംറക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ഉമ്മ എന്ത് ചെയ്യാണ്, ഒരാളായിട്ട് പിണക്കുണ്ട്. ആ പ്രദേശത്തുള്ള ഒരാളായിട്ട് പിണക്കുണ്ട്, ഉമ്മന്റെ കുടുംബത്തിലുള്ള ഒരാളായിട്ട് പിണക്കുണ്ട്. ഇപ്പോ യാത്ര പോകുമ്പോഴൊക്കെ പൊരുത്തം വാങ്ങൽ പണ്ട് വീട്ടിൽ കയറിയിട്ടായിരുന്നു, കൈ പിടിച്ചിട്ട് ഞാനും പിയാപ്പിള ഇപ്രാവശ്യം പോകുന്നുണ്ട്, ഇനി എന്താ പൊരുത്തപ്പെട്ട് തരണം നോക്കാം. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഒന്നും കൂടി പരിഷ്കരിച്ചു. അവനാന്റെ കുടുംബ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും, ഞാനും എൻ്റെ പിയാപ്പിളയും ഇപ്രാവശ്യത്തെ ഉംറക്ക് പോകുന്നതിനാൽ, നേരിൽ കാണാൻ സമയം കിട്ടാത്തതിനാൽ എല്ലാവരും ദുആ ചെയ്യണം, മക്ബൂലും മബ്റൂറുമായ ഒരു ഉംറക്ക് വേണ്ടി. എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കി എത്ര ആള് അത് കണ്ടിട്ടുണ്ടെന്ന്. അതാണല്ലോ നമ്മൾ നോക്കുക. നോക്കി, ഒരുത്തി ആമീനിട്ട്, മറ്റോളും ആമീനിട്ട്, ഇങ്ങനെ സ്റ്റിക്കർ ഉമ്മ കണ്ടു. പക്ഷെ ആരുമായിട്ടാണോ പിണക്ക് ആ ആള് കണ്ടിട്ടുണ്ട്, സ്റ്റിക്കർ ഇട്ടിട്ടുമില്ല. ഉംറയൊക്കെ കഴിഞ്ഞ് ഉമ്മ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ പോയി, ഞാൻ അങ്ങനെ യാത്ര അറിഞ്ഞിട്ട് ഇനി എന്തേ അതിനൊന്നും മറുപടി അറിയാത്ത, എന്ത് ഇമ്മക്കൊന്ന് പോയി കൈയിടിച്ച് സലാം പറഞ്ഞ അതിന് അഹങ്കാരം സമ്മതിക്കൂല. അതാ മനുഷ്യന്റെ മനസ്സ്, അതാ നമ്മളെ മനസ്സ്. ഞാൻ അതിൽ പോകാന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ട് സലാം പറഞ്ഞില്ല? സലാം പറയാത്ത അവളാന്ന് നമ്മക്ക് ഉറപ്പാ. എന്നാ പിന്നെ ഓളെ വീട്ടിക്ക് മാത്രം ഒന്ന് പോയിക്കൂടെ? സമ്മതിച്ചൊരു ഗിബർ. എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പോയതാണ്, അമ്മ ഇനി എന്തുകൊണ്ടല്ല, അതിന് ഓള് തിരിച്ചെന്തോ പറഞ്ഞു. വിലമ്മിൽ ഭയങ്കര വർത്താനായി. അവസാനം ഉള്ളത് എന്തായി? വലുതായി പിണക്കം. ഇതാപ്പോഴത്തെ മനുഷ്യന്റെ സ്വഭാവാവസ്ഥയും. എന്നിട്ട് ആൾക്കാർ പറയാ പൊരുത്തം കിട്ടാനാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യരെ, ഒരു നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണേ പൊരുത്തം ഉണ്ടാവണം. എന്നിട്ടല്ലേ ഹജ്ജ് ഉംറയൊക്കെ. പിന്നെ എന്തേ ഹജ്ജിന് ഉംറക്കൊക്കെ ഇപ്പൊ പൊരുത്തം വാങ്ങുന്നത്? 1 ലക്ഷം ഉറുപ്പ്യ മുടക്കി പോവുക, അല്ലെ 4.25 ലക്ഷം ഉറുപ്പ്യ മുടക്കി പോവുക. നാട്ടുകാർ അറിയുകയും വേണോ, എല്ലാവരും മനസ്സിലാക്കുകയും വേണോ ഞാനൊക്കെ പോയിക്കും. അതുകൊണ്ട് ജനങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ പൊരുത്തം വാങ്ങുന്നവര്. ഞാൻ ആക്ഷേപിക്കല്ലോ. ഏത് കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കി. ഉമ്മാരായാലും മരുക്കളാണെങ്കിലും ഉമ്മാരോടും കൂടി പറയാ, ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒരു പെണ്ണിനുണ്ടാകുന്ന വേദനയും മറ്റൊരു പൊരേന്ന് വന്ന പെണ്ണിനുണ്ടാകുന്ന ആശങ്കയും ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കാം കെട്ടിയ പിയ്യാപ്പിളക്കോ വാപ്പക്കോ അല്ല, ഉമ്മാരിങ്ങക്ക. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെന്നോല, ആ വീട്ടിലുള്ള ആദ്യത്തെ അനുഭവവും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പെടപ്പും നിങ്ങളെ നെഞ്ചോളം അറിഞ്ഞവർ ഈ ദുനിയാവിൽ വേറല്ല. അങ്ങനെയുള്ള ഒരു ഉമ്മാന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പം അവിടെ ഞാൻ അനുഭവിച്ച വേദന കയറി വരുന്നോൾ അനുഭവിക്കരുത് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരൊറ്റ സെക്കൻഡും കുടുംബം തകരൂല. അതിനു പകരം ആദ്യം തന്നെ ഒരുങ്ങിക്ക് എന്തുണ്ട് കുറ്റങ്ങൾ നോക്കാൻ, എന്തുണ്ട് പോരായ്മ എന്ന് നോക്കാൻ. അതുകൊണ്ടാ കുടുംബം തകരുന്നത്. അല്ലാണ്ട് കുടുംബത്തിൽ തിന്നാല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സര ബുദ്ധിയോടെ ജീവിക്കുന്നതുകൊണ്ട്. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ചു നോക്കൂ. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരൊറ്റ വസ്തു അത് പണമല്ല മനുഷ്യരെ, സ്നേഹ. അത് തമ്മ കൊടുത്തു നോക്കുങ്ങള്. തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് പറയാൻ പറ്റും, പടച്ചോനെ അറിഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ, എനിക്കുള്ള ഇങ്ങി തന്ന റബ്ബേ എന്ന്. അതുകൊണ്ട് ആ പുഞ്ചിരി അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ നോക്കി പുഞ്ചിരിച്ചോളൂ. കാരണം അത് നിങ്ങൾക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും. ഒരാളുടെ വേദനയിൽ, സങ്കടത്തിൽ അയാളൊന്ന് ചേർത്ത് നിർത്തിയിട്ട് അയാളോട് കാണിക്കുന്ന ആദരവ്, അയാളോട് പറയുന്ന നല്ല വാക്കുകള്, അത് നിങ്ങൾക്ക് സ്വതക്കയാന്നാ പറഞ്ഞത്. എന്നാ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാണ്. ഓരോ കുടുംബങ്ങളിലും. ഞാൻ ആ വിഷയത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരണം നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം. നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചു നോക്കി. നിങ്ങൾ തമ്മിൽ എല്ലാരെയും പിണക്കും പരാതിയും ഒക്കെ മനസ്സിൽ നിന്ന് നീക്കി വെച്ചോളൂ. നമ്മളൊന്ന് സംസാരിച്ചാൽ തീരെങ്കിൽ, നമ്മളൊന്ന്
പുഞ്ചിരിച്ച് അവസാനിക്കെങ്കിൽ റസൂലുള്ള പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താക്കന്മാര് പോലും ഒരു രാത്രിയിലധികം പിണങ്ങാൻ പാടില്ല എന്നാണ്. ഒരു രാത്രി മാറിക്കിടന്നാൽ 2 ദിവസം കിടക്കാൻ തോന്നും. ഒരു രാത്രി പോലും മാറിക്കിടക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയി പരസ്പരം പരിഹരിച്ച് തീർത്തു വരണം. ഇതൊക്കെ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നൽകുന്നത് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, എല്ലാരുടെ ഉള്ളിലുണ്ട് സ്നേഹം, അതൊന്ന് കാണിച്ചാൽ മതി. എല്ലാരുടെ ഉള്ളിലുണ്ട് സന്തോഷം, അതൊന്ന് പ്രകടിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്ക വിജയ ദിവസം റസൂലിന്റെ മുൻപിൽ ശത്രുക്കളൊക്കെ ഇങ്ങനെ ഹാജരാക്കി. ആ ഹാജരാക്കിയ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുക. റസൂൽ ഇപ്പം ഞങ്ങളെയൊക്കെ ശിക്ഷിക്കുന്നുള്ളൊരു ബേജാറിൽ നിൽക്കുന്ന സമയം അള്ളാഹിന്റെ റസൂൽ അവരെ മുൻപിലൂടെ ഇങ്ങനെ നടക്കും. പിടിക്കപ്പെട്ട ശത്രുക്കൾ ഇങ്ങനെ വിറച്ചു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് റസൂലുള്ള കുറച്ച് മുൻപോട്ടെത്തിയപ്പം ഇടതുഭാഗത്തെ ലൈനിൽ വഹ്ശീനെ കാണും. വഹ്ശി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ വെച്ച് ചതിച്ചു കൊന്ന വ്യക്തിയാണ്. ആ വഹ്ശീനെ കാണുമ്പോൾ റസൂൽ ചോദിക്കും, അൻത വഹ്ശി, നീയാണോ വഹ്ശി? ഇതേ പറഞ്ഞ നബിയെ ഞാനാണ്. വഹ്ശി അടക്കം കരുതി റസൂൽ ആദ്യം കൊല്ലുന്നത് വഹ്ശീനെ ആയിരിക്കുന്നു. പക്ഷേ റസൂൽ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കണ്ണീരോടെ പറയും, ഇദ്ഹബു അൻതും മുത്തലക്കാ, പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാ, പോയിക്കോളൂ. അത്ഭുതത്തോടെ സഹാബാക്കൾ പോലും ഞെട്ടി നിൽക്കുമ്പോൾ റസൂലുള്ള വഹ്ശീനെ അങ്ങനെ കയ്യാട്ടിയിട്ട് പറയും, വഹ്ശി, എനിക്ക് എന്നോട് വെറുപ്പില്ല വഹ്ശി, പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ മരിച്ചോ എൻ്റെ അളാപ്പൻ എനിക്ക് ഓർമ്മ വരുന്നത്, അതൊരു വെറുപ്പായിട്ട് തോന്നരുതേ വഹ്ശി എന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, വഹ്ശി, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചു നോക്കി. തിരിച്ചു കിട്ടാൻ സ്നേഹിക്കണ്ട, അത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടണേ, നമ്മളെന്നെ ക്ലിയർ ആവണ്ടേ, നമ്മളെ നാവ്, നമ്മളെ പെരുമാറ്റം. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് ചിരിക്കാൻ, ചിരി എന്ന ദൈവികത വരാത്തത്, സമാധാനം എന്ന ദൈവികത നമ്മുടെ മുഖത്ത് വരാത്തത് കൊണ്ടാണ്, നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. അബസവത്തവല്ല എന്ന് റസൂലുള്ളാഹിനോട് അള്ള പറഞ്ഞതേ, നബിയെ നീ മുഖം ചുളിച്ചല്ലേന്നാ. റസൂല് ചുളിച്ചത് മുഖല്ല, മനസ്സാ. അന്ധനായ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. അബ്ദുള്ള പറയുന്നുണ്ട്, നബിയെ എനിക്കൊന്ന് പഠിപ്പിച്ചേരിങ്ങള് എന്ന്. പക്ഷേ കണ്ണു കാണാത്ത അബ്ദുല്ലാന്റെ നേരെ റസൂൽ ഇങ്ങനെ നോക്കി, പിന്നെയും പ്രമാണിമാരെ നേരെ തിരിഞ്ഞു. ആ നോട്ടം മുഖത്തിൻ്റെതല്ല, മനസ്സിന്റെ ചുളിക്കലാണ് എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു. ഉടനെ ആയത്തിറങ്ങി, അബസവത്തവല്ല, നീ ആ മുഖം ചുളിച്ചത് ശരിയായില്ല നബി. ഇവിടെ അള്ള നോക്കിയത് അങ്ങോട്ടാ, മനസ്സിലേക്ക്, പുറത്തല്ല. ഇപ്പൊ മനസ്സ് കൊണ്ടടക്കുന്നതും കുറ്റം തന്നെയാണ്. ചിലര് പറയും 5-8 കൊല്ലം പടുങ്ങി നടക്കും, അല്ലെ 2-3 കൊല്ലം ഓളേറ്റ് ഒരു ബന്ധം ഉണ്ടാവില്ല. അവസാനം പള്ളിയിൽ നിന്നൊക്കെ കണ്ട് സലാം പറഞ്ഞ് നന്നായി, എന്നിട്ട് പറയും 3 കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ വേജാറായിരുന്നു. ഇത് നാട്ടുകാരുണ്ട് നടന്നല്ലോ, നിങ്ങളും ഉണ്ട് നടന്ന തന്നെയല്ലേ. ആ 3 കൊല്ലത്തിന്റെ മുൻപ് 3 മണിക്കൂർ മുമ്പ് നന്നായില്ലെങ്കിൽ ശരിയാവൂലോ. എന്നിട്ട് എന്തോ ബേജാറ് പോലെ പറയാം, 3 കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ പെടപ്പായിരുന്നു. അത് കുണ്ടെണ്ണ കുറ്റ. ഈ കുണ്ടെണ്ണ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റ. 3 കൊല്ലത്തിന് മുൻപ് ഉണ്ടായതിന്റെ ഒരു 3 മണിക്കൂർ, അതാണ് ദുഹറിൻ പറ്റിപ്പോയി. അസറിന്റെ മുൻപ് 3 മണിക്കൂർ, ദുഹറിന് മുതൽ അസർ വരെ 3-3.5 മണിക്കൂർ, അതിന്റെ മുൻപ് അങ്ങ് ശരിയാക്കിയാൽ മതി. വല്ലാത്തൊരു മനസ്സിന്റെ തുറമയാണത്. അത് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സമാധാനപ്പെടുത്തുന്ന. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളങ്ങ് കൊടുക്കുക. മനസ്സിന്റെ ഒരു വിശാലതയാണ്, മനസ്സിന്റെ ഒരു ഇഷ്ടമാണത്. നമ്മളെന്താ ചെയ്യല്? നമുക്ക് ഏറ്റവും വേണ്ടാത്തതാ കൊടുക്കുക. ഞാൻ പറയാറുണ്ട്, പരിപാടിയൊക്കെ നടത്തിയിട്ട് ഞാൻ മുമ്പേ പ്രസംഗത്ത് പറയുന്നതാ, ബിരിയാണിയൊക്കെ കുറെ ഉണ്ടാവും ബാക്കി, എന്നാലും കൊടുക്കൂലായിരിക്കും. 3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും, 4 ദിവസം വെട്ടുംകുട്ടിയിലിട്ട് ചൂടാക്കി തിന്നു. എന്നിട്ടും പതിയാവില്ല, ആർക്കും വേണ്ടാന്ന് തോന്നി അപ്പുറത്ത് പൊരക്കാത്തിനൊക്കെ ശേഷം ബിരിയാണി ഉണ്ടായി, ഞങ്ങൾക്ക് വേണോ, മക്കൾ ഇന്ന് കഴിക്കും എന്നറിയും. മനുഷ്യന്റെ സ്വഭാവമാണ്. ഉള്ളിലേറ്റവും ചെറുതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുക. ഉള്ളിലേക്കും കൊടുക്കാൻ എത്ര കുറവുണ്ടോ അത്ര കുറച്ചിട്ടേ കൊടുക്കും. കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യര് അതൊരു ഈമാനാണ്. അവനാ നയിച്ചുണ്ടാക്കിയതിൽ നിന്നൊരു മാംസകഷണം അരിഞ്ഞെടുക്കുന്നത് പോലെയാ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത്. എനിക്ക് കിട്ടല്ല വേണ്ടത് റബ്ബേ, കൊടുത്തിട്ട് എനിക്ക് എന്റെ സ്വർഗ കിട്ടേണ്ടത് എന്നുള്ളൊരു മനസ്സുണ്ടാവണം. എന്നാ താനേ സമാധാനാവും. അല്ലെങ്കിലോ ഓല് കിറ്റെടുത്തോലെ എനിക്ക് കിട്ടിയില്ല, ഇവര് കൊടുത്തുക്കോലെ എനിക്ക് കിട്ടിയില്ല എന്ന ബേജാറും വരും. അത് കിട്ടാനുള്ള ആഗ്രഹവും കൊടുക്കാനുള്ള ആഗ്രഹവും രണ്ടും രണ്ടാണ്. ആ സമാധാനക്കേട് നമ്മുടെ ഉള്ളിൽ വരാതിരിക്കണേ, നമ്മൾ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന്, കാപട്യങ്ങളില്ലാതെ, ആരോടും മനസ്സിലൊന്നും വെക്കാതെ, അവനവന്റെ കുടുംബത്തെയും, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബവും നാടും നമ്മളെ കൊണ്ട് ഒരു സൗഭാഗ്യമാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്ന തീർച്ചയായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും.
ഒരൊറ്റ കഥയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ഞങ്ങളിൻ്റെ പ്രസംഗത്തിൽ കേട്ടൊരു കഥ തന്നെയാണ്. അടവാടി, കേരളത്തിൽ അടവാടി എന്നൊരു പ്രദേശത്ത് ഒരു ഉമ്മ ഉണ്ട്. പാത്തുമ്മ എന്നാ പേര്. ഉമ്മ ചെറുപ്പത്തിൽ വാപ്പയുമ്മയും മരിച്ചുപോയി. ആകെ പിന്നെ ഉമ്മാക്ക് ആ 36-ാം വയസ്സിലെങ്ങാൻ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നു. കെട്ടിയിട്ട് അയാളും പോയി. കാണാൻ അത്ര ചുരുക്കൊന്നുമില്ലാത്ത ഉമ്മ പിന്നെ ജീവിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയാണ്. കണ്ടോന്റെ അടുക്കളയിൽ പണിയെടുത്തിട്ടും പുല്ലരിഞ്ഞിട്ടും ആ ഉമ്മ സ്വന്തം ജീവിതം നോക്കും. ഉമ്മ ഒറ്റയ്ക്കുള്ള ഒരു പഴയകാല വീട്ടില്. അപ്പൊ ഒരു കാലത്ത് കുറെ കാലം 10-70 വയസ്സൊക്കെ ആയപ്പോ ആ ഉമ്മ കല്യാണപ്പുരയിൽ പണിക്കൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ നാട്ടുകാരെന്നെ പറഞ്ഞതാട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ടാവും. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഒരു പണിയും ചെയ്യാണ്ട് കല്യാണപ്പുരയിൽ ഇങ്ങനെ കഥയും പറഞ്ഞു കുത്തിരിക്കുമ്പോൾ പച്ചയിറച്ചി തിന്നുമ്പോൾ പെണ്ണുങ്ങൾ പാത്തുമ്മ പറയുമല്ലേ, എന്താണ് പെണ്ണുങ്ങൾ എണീച്ച് പോയി കണിയാടുന്ന് പച്ചയിറച്ചി തിന്നാണ്ട്. അതായിരുന്നു അല്ല അമ്മാന്റെ ഒരു സ്വഭാവം. ആരെ പറ്റി ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും പരിഹാസമായിരുന്നു. ഈ ഉമ്മ എന്തിനാ അങ്ങനെ നയിക്കുന്ന, ആരപ്പം നോക്കാനുള്ള, ഉമ്മക്ക് ആരപ്പം മയ്യത്ത് സ്കരിക്കാണ്ടാകുക, മോനില്ല, വിയാപ്പളല്ല, വാപ്പല്ല, ആരും ഇല്ല എന്നൊക്കെ ഇവരിങ്ങനെ പരാതി പറയും, സങ്കടം പറയും. ആ ഉമ്മ ഒരു കാലത്ത് പണിക്കൊക്കെ പോയി പൊരക്കാരൻ ഒരു ദിവസം മുഴുവൻ പണിയെടുപ്പിച്ചാലും കൊടുക്കുക 200-250 റുപ്യാണ് അവര്. അവസാനം അന്ന് ഉമ്മ പറഞ്ഞ പോലെ എനിക്കൊരു 50 റുപ്യ അധികം തരണം. പൊരക്കാരൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് ഈ പടച്ചോന്റെ കഅബ ഒന്ന് കാണണം. ഒരു ഉമ്മാന്റെ മനസ്സിന്റെ നെയ്യത്താണ്. അവസാനം ഉമ്മ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഉമ്മ ഗ്രൂപ്പിന്റെ കൂടെ ഹറമിലെത്തി. 6 ദിവസം അള്ളാന്റെ കഅബയിൽ നിന്നുമ്മ 7-ാമത്തെ ദിവസം മസ്ജിദുൽ ഹറമിൽ പോയി മദീനയിൽ. ആ മദീന പള്ളിയിൽ വെച്ചിട്ട് ഉമ്മ റൗദ ഷരീഫിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഇശാ വരെ ഉമ്മ റൗദയിലിരുന്നു. പലരും വിളിക്കാൻ വന്നിട്ടും പറഞ്ഞു ഞാൻ വന്നോളാം. പിറ്റേന്ന് നേരം വെളുക്കുമ്പം റൂമിലേക്ക് തിരിച്ചു പോയ ഉമ്മാനെ പറ്റി കൂടെ പോയവരും ആ നാടും കേൾക്കുന്നത് ആ ഉമ്മ റൂമിൽ മരിച്ചു കിടക്കുകയാണ്. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പെൺകുട്ടികൾ വന്നു. മദീന പള്ളിയുടെ ഇമാമ ഉമ്മാക്ക് വേണ്ടി ഇമാമായിട്ട് നിസ്കരിച്ചു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ മയ്യത്ത് നിസ്കരിച്ചാൽ കൂടി മദീന പള്ളിയുടെ ഇമാമ് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മനുഷ്യരെ, നമ്മക്ക് ആരൊക്കെ നിസ്കരിക്കാൻ വരണമെന്നും നമ്മൾ എങ്ങനെ പോകണമെന്നും പടച്ചോൻ തീരുമാനിക്കും. അത് നാട്ടുകാർ തീരുമാനിച്ചാൽ കിട്ടുന്നതല്ല. നമ്മക്ക് ആരൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ വരണമെന്നും അതിലെത്ര പേര് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാണ്ടാവണം. ആ തിരിച്ചറിവിനാകട്ടെ എൻ്റെ ഈ ഒരു സംസാരം സ്വയം മാറി മനസ്സിന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, ഈ ദുനിയാവിൽ നിന്നുള്ള അവസാനത്തെ യാത്ര നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار.